സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഭാരതം കുരുമുളക്, ഏലം, ഇഞ്ചി, മഞ്ഞൾ, വറ്റൽമുളക്, ജാതി, കറുവപ്പട്ട, കൊത്തമല്ലി തുടങ്ങിയ നിരവധി സുഗന്ധവിളകളുടെ കലവറയായിരുന്നു. ഇന്ത്യയിൽ സുലഭമായ വിവിധ ഇനം സുഗന്ധവ്യഞ്ജനങ്ങളിൽ സവിശേഷ സ്ഥാനമാണ് മഞ്ഞളിനുള്ളത്. ഇന്ന് മഞ്ഞളിന്റെ ഉൽപ്പാദനത്തിലും ഉപയോഗത്തിലും ഭാരതം മറ്റ് രാജ്യങ്ങളെക്കാൾ ഏറെ മുന്നിലാണ്. കറിപ്പൊടികളുടെ ഒരു സുപ്രധാന ഘടകമെന്നതിലുപരിയായി പലതരം പാചക ചേരുവകളിൽ നിറത്തിനും മണത്തിനുമൊക്കെയായി മഞ്ഞൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. മഞ്ഞളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന കുർക്കുമിൻ ബേക്കറി പലഹാരങ്ങൾ, ഔഷധങ്ങൾ, മറ്റു പാചക വിഭവങ്ങൾ എന്നിവയ്ക്ക് നിറം കൊടുക്കുന്നതിനും ഉപയോഗിച്ചു വരുന്നു. വിവിധ മഞ്ഞൾ ഇനങ്ങളുടെ അത്യുൽപാദന ശേഷിയിലും ഗുണമേന്മയിലും ലാഭത്തിലും ഇന്ന് രാജ്യത്തെ പല കർഷകരും സംതൃപ്തരാണ്. രാജ്യത്ത് മഞ്ഞൾ ഉൽപാദന രംഗത്ത് സമൂലമായ ഒരു പരിവർത്തനത്തിന് വിത്തുപാകിയത് ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെയും അതിനു കീഴിൽ കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം അഥവാ IISRന്റെയും പ്രവർത്തനങ്ങളാണ്. The Indian Institute of Spices Research is doing research on about a dozen spices, out of which turmeric has carved a niche for itself as one of the important spice cum medicinal crop. This crop, particularly turmeric, is normally propagated only by the rhizomes. And Indian Institute of Spices Research for the first time has developed two varieties, Prabha and Pratibha, through seedling progenies. Out of this, Pratibha is gaining a lot of importance among the farmers. It's a welcome variety. ഉന്നത ഗുണനിലവാരവും അത്യുൽപാദന ശേഷിയുമുള്ള 7 മഞ്ഞൾ ഇനങ്ങൾ IISR പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിൽ പ്രതിഭ എന്ന ഇനം ഇന്ന് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. പല കർഷകരും ഇതിന്റെ വർദ്ധിച്ച ഉൽപാദനക്ഷമത, ബാഷ്പീകൃത തൈലം, കുർക്കുമിൻ, നല്ല ഉണക്ക് ശതമാനം എന്നീ സവിശേഷതകൾ പരക്കെ അംഗീകരിച്ചിട്ടുള്ളതുമാണ്. മിക്ക മഞ്ഞൾ ഇനങ്ങളും നേരിട്ട്, അതായത് പൂവിൽ നിന്നുള്ളതല്ലാതെ നേരിട്ടുള്ള സെലക്ഷനോ അല്ലെങ്കിൽ മ്യൂട്ടേഷൻ ഇങ്ങനെയുള്ള രീതിയിൽ കൂടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ പ്രഭ, പ്രതിഭ എന്നീ 2 ഇനങ്ങൾ മാത്രമാണ്, അതായത് മഞ്ഞളിൻ്റെ അരിയിൽ നിന്നുള്ള വിത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ഇനങ്ങൾ. ഇതിൽ പ്രഭയേക്കാൾ കുറച്ചുകൂടി നല്ലതാണെന്നാണ് കർഷകരുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഉൽപ്പാദനക്ഷമതയിലും കുർക്കുമിൻ്റെ അളവിലും രോഗപ്രതിരോധ ശേഷിയിലും പ്രതിഭ നല്ലതാണെന്നാണ് കർഷകരുടെ സാക്ഷ്യപത്രം. 1 ഹെക്ടറിൽ നിന്ന് 39 ടൺ പച്ചമഞ്ഞളും അത് ഉണങ്ങിയാൽ ഏകദേശം 20% ഉണക്കമഞ്ഞളിനും കിട്ടുന്നതാണ് പ്രതിഭയുടെ ഒരു സ്വഭാവം. കൂടാതെ കുർക്കുമിൻ്റെ അളവ് 6 മുതൽ 6.2% വരെയാണ്. പ്രതിഭയുടെ കൃഷി ഒരു വൈകാരിക വിഷയമാക്കി മാറ്റിയ ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ നിന്നുള്ള 72കാരനായ P. ചന്ദ്രശേഖർ ആസാദ് എന്ന മഞ്ഞൾ കർഷകനെ ഒന്ന് പരിചയപ്പെടാം. തന്റെ 50ാം വയസ്സിലാണ് ആസാദ് കൃഷിയിലേക്ക് തിരിഞ്ഞതും വിജയവാഡയ്ക്കടുത്തുള്ള കുഞ്ചനപ്പള്ളിയിൽ തന്റെ 9 ഏക്കർ സ്ഥലത്ത് മഞ്ഞൾ, വാഴ, ചോളം, നെല്ല് തുടങ്ങിയ വിളകൾ കൃഷി ചെയ്യാൻ ആരംഭിച്ചതും. മഞ്ഞളായിരുന്നു ആസാദിന്റെ പ്രധാന കൃഷി. പ്രാദേശിക ഇനങ്ങളായ ഡുഗ്ഗിരാല, കടപ്പ, അർമൂർ, തേക്കൂർപേട്ട തുടങ്ങിയവയൊക്കെ ഏകദേശം 4 ഏക്കർ സ്ഥലത്ത് മാറി മാറി കൃഷി ചെയ്തു. എന്നാൽ കുറഞ്ഞ ഉൽപാദനക്ഷമത, വിവിധ ഇനം രോഗബാധകൾ എന്നിവ പൊള്ളുന്ന പ്രശ്നമായി മാറി. കൂടിയ ഉൽപാദനക്ഷമതയും ഗുണമേന്മയുമുള്ള ഒരു മഞ്ഞൾ ഇനത്തിനു വേണ്ടിയുള്ള ആസാദിന്റെ അന്വേഷണം അവസാനിച്ചത് 7 വർഷം മുമ്പ് പ്രതിഭ എന്ന ഇനം കണ്ടെത്തിയതോടെയായിരുന്നു. 2004 ആണ്ടിൽ 50 കിലോ പ്രതിഭ വിത്ത് വാങ്ങി പരീക്ഷണത്തിനിറങ്ങിയ ആസാദിന് അതിനുശേഷം ഇന്നേ വരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കഴിഞ്ഞ 7 വർഷക്കാലമായി പ്രതിഭയാണ് ആസാദിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മഞ്ഞൾ ഇനം. Every year I am cultivating turmeric 3 to 4 acres from the beginning of my agricultural practice. Up to 2004, the varieties I used Tekuripeta and Kadapa. In 2004 only, I came to know about this Pratibha variety. From 2007 onwards, I am in a position I have supplied seed rhizomes to horticulture department and also the co-farmers. Till now, I supplied 90 tons of seed rhizomes for agricultural purpose.
ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിലേക്കുള്ള സന്ദർശനവും അവിടുത്തെ ശാസ്ത്രജ്ഞരുമായുള്ള കൂടിക്കാഴ്ചകളും ആസാദിന് മഞ്ഞൾ കൃഷിയെക്കുറിച്ച് ഒരു നവീനമായ കാഴ്ചപ്പാട് നൽകി. ഒരു കഠിനാധ്വാനിയുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ പ്രതിബന്ധങ്ങൾ ഒന്നുമല്ലാതായി. കൃഷിയുടെ ഓരോ ഘട്ടത്തിലും അദ്ദേഹം ശാസ്ത്രജ്ഞരുമായി ഫോണിലൂടെയും ഇന്റർനെറ്റിലൂടെയുമൊക്കെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ആസാദിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാര്യങ്ങൾ ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ട്. മഞ്ഞൾ ഉൽപാദനം ഏറെ വർദ്ധിച്ചു. 2007-2008 വർഷത്തിൽ 12 ടൺ വിത്ത് മഞ്ഞളാണ് ആസാദ് നിസാമാബാദിലെ ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെന്റിന് വിതരണം ചെയ്തത്. തൊട്ടടുത്ത വർഷം ഇത് 30 ടണ്ണായി ഇരട്ടിക്കുകയും ചെയ്തു. ഇക്കഴിഞ്ഞ വർഷം ഏതാണ്ട് 4 ഏക്കർ ഭൂമിയിലാണ് ആസാദ് പ്രതിഭ കൃഷി ചെയ്തത്. ആന്ധ്രാപ്രദേശിൽ പരമ്പരാഗതമായി തുടർന്നു പോരുന്ന ചാലുകീറിയുള്ള കൃഷിരീതിയാണ് അദ്ദേഹം അവലംബിക്കുന്നത്. സൂപ്പർ ഫോസ്ഫേറ്റ്, വെർമി കമ്പോസ്റ്റ്, കരിമ്പിൻ ചണ്ടി, ജൈവവളങ്ങൾ തുടങ്ങിയവ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ മണ്ണിൽ ചേർത്ത് നൽകുന്നു. വിത്തിടുന്നതും വിളവെടുക്കുന്നതുമെല്ലാം കാളകളുടെ സഹായത്തോടെയാണ്. പ്രഗന്ധങ്ങൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യാൻ തൊഴിലാളികളുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നു. ഇപ്രകാരം വൃത്തിയാക്കിയ മഞ്ഞൾ പ്രഗന്ധങ്ങൾ പിന്നീട് വലിയ ബോയിലറുകളിലിട്ട് തിളപ്പിക്കും. ഇങ്ങനെ പുഴുങ്ങിയെടുത്ത മഞ്ഞൾ 20 ദിവസത്തോളം വെയിലത്തുണക്കിയ ശേഷം പോളിഷിംഗ് യന്ത്രങ്ങൾ ഉപയോഗിച്ച് നല്ലപോലെ മിനുസപ്പെടുത്തിയെടുക്കും. ഈ വർഷം ഏകദേശം 60 ടണ്ണിന്റെ ബമ്പർ വിളവാണ് ആസാദിനു തന്റെ 4 ഏക്കർ ഭൂമിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. രോഗപ്രതിരോധ ശേഷി താരതമ്യേന കൂടിയ ഇനമാണ് പ്രതിഭ എന്നതാണ് ആസാദിന്റെ അനുഭവം. രോഗബാധ കാരണം തേക്കൂർപേട്ട, ദുഗ്ഗിരാല, സേലം തുടങ്ങിയ ഇനങ്ങളൊക്കെ വൻതോതിൽ നശിച്ചപ്പോൾ പ്രതിഭ പൂർണ്ണമായും രോഗവിമുക്തമായിരുന്നു. അത്യുൽപാദന ശേഷി, വെള്ളക്കെട്ടിനെ പ്രതിരോധിക്കാനുള്ള ശേഷി, കുറഞ്ഞ മൂപ്പ്, ഗുണമേന്മ, നല്ല വില എന്നീ ഘടകങ്ങളാണ് പ്രതിഭയെ ആസാദിനും ആന്ധ്രയിലെ മറ്റു കർഷകർക്കും കൂടുതൽ പ്രിയപ്പെട്ടതാക്കുന്നത്. പ്രതിഭ ആ പ്രദേശത്തിന് ഏറ്റവും യോജിച്ചതാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിത്തുമഞ്ഞളിനുള്ള ആവശ്യകത വർദ്ധിച്ചത് കാര്യങ്ങൾ എളുപ്പമാക്കിയിരിക്കുന്നു. ആസാദിന്റെ മൊത്തം ഉൽപാദനത്തിന്റെ സിംഹഭാഗവും ഇന്ന് വിത്തുമഞ്ഞളായാണ് വിറ്റുപോകുന്നത്. പ്രതിഭയുടെ കാര്യക്ഷമത അനുഭവിച്ചറിഞ്ഞ അദ്ദേഹം ഇതിനെ സംസ്ഥാനത്ത് ഇപ്പോൾ കൂടുതൽ ജനപ്രിയമാക്കുകയാണ്. ഓരോ വർഷവും അദ്ദേഹം ടൺ കണക്കിന് വിത്തുമഞ്ഞളാണ് ആ സംസ്ഥാനത്തിലെ കർഷകർക്ക് വിതരണം ചെയ്യുന്നത്. പ്രതിഭയുടെ ആന്ധ്രയിലെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണിന്ന് ശ്രീ ആസാദ്. ധാരാളം കർഷകരെ പ്രതിഭ കൃഷിയിലേക്ക് കൊണ്ടുവരാൻ ആസാദിന് കഴിഞ്ഞിട്ടുണ്ട്. വൈദ്യവൃത്തിയിൽ നിന്നും കൃഷിയിലേക്ക് തിരിഞ്ഞ ആന്ധ്രാപ്രദേശിലെ ഖമ്മം ജില്ലയിൽ നിന്നുള്ള ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് അത്തരമൊരാളാണ്. ആസാദാണ് ഡോക്ടർ ബോസിന് പ്രതിഭയെ പരിചയപ്പെടുത്തിയത്. ഇക്കഴിഞ്ഞ വർഷം ആസാദിന്റെ മാർഗനിർദ്ദേശത്തിൽ ഡോക്ടർ ബോസ് തന്റെ 6.5 ഏക്കർ കൃഷിഭൂമിയിൽ മാവിനൊപ്പം ഇടവിളയായി പ്രതിഭയും കൃഷിയിറക്കി. ഇന്ന് തെലങ്കാന പ്രദേശത്ത് മാത്രം 200-ലേറെ ഏക്കർ ഭൂമിയിൽ പ്രതിഭ കൃഷി ചെയ്തു വരുന്നുണ്ട്. പ്രതിഭയുടെ വിജയഗാഥയിലെ മറ്റൊരു തിളങ്ങുന്ന അധ്യായമാണ് കർണാടകയിലെ ചാമരാജ് നഗർ ജില്ലയിൽ മഞ്ഞൾ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന പി അബ്ദുൾ നബീൽ എന്ന യുവ കർഷകന്റേത്. കോഴിക്കോട് ജില്ലയിലെ മേപ്പയൂരിൽ നിന്നുള്ള ബിരുദാനന്തര ബിരുദക്കാരനായ ഈ യുവാവിന്റെ ഉജ്ജ്വലമായ വിജയകഥ ആരെയും ആവേശം കൊള്ളിക്കുന്നതാണ്. കാർഷിക വൃത്തിയുടെ തുടക്കത്തിൽ പല വിഷമഘട്ടങ്ങളും നേരിടേണ്ടി വന്നെങ്കിലും IISR വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള മഞ്ഞൾ ഇനങ്ങളെക്കുറിച്ച് വായിച്ചറിഞ്ഞ നബീൽ വിത്തിനായി ഗവേഷണ കേന്ദ്രത്തിന്റെ പെരുവണ്ണാമൂഴിയിലുള്ള പരീക്ഷണത്തോട്ടവുമായി ബന്ധപ്പെട്ടു. അഭ്യസ്തവിദ്യനും തൊഴിൽ രഹിതനുമായ ഒരു ചെറുപ്പക്കാരന്റെ ശാശ്വതമായ വിജയകഥ അവിടെ തുടങ്ങുകയായി. 2004 തന്റെ വീടിനടുത്ത് പാട്ടത്തിനെടുത്ത 1.5 ഏക്കർ ഭൂമിയിൽ പ്രതിഭ കൃഷി ചെയ്തുകൊണ്ടായിരുന്നു നബീലിന്റെ തുടക്കം. ഏതാണ്ട് 2 ടണ്ണോളം മഞ്ഞളാണ് ആ സീസണിൽ അദ്ദേഹം വിളവെടുത്തത്. തൊട്ടടുത്ത വർഷം അദ്ദേഹത്തിന്റെ മഞ്ഞൾ ഉൽപാദനം 25 ടണ്ണായി ഉയർന്നു. വിദ്യാഭ്യാസത്തിന് ശേഷം BEdും PG BEdും സെറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ജോലിയില്ലാത്തൊരവസരത്തിൽ താൽക്കാലിക അധ്യാപകനായിട്ട് പല ഹയർ സെക്കൻഡറിയിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നിത്യച്ചെലവിനുള്ള വരുമാനം ലഭിക്കാത്തത് കാരണം മറ്റേതെങ്കിലും ഒരു തൊഴിൽ ഏർപ്പെടാം എന്നുള്ള ഉദ്ദേശത്തിൽ ആണ് കൃഷിയിലേക്ക് ഇറങ്ങുന്നത്.
പിന്നീട് അതേ പാരലായിട്ട് തന്നെ ഞാൻ മഞ്ഞൾ കൃഷിയും ഇഞ്ചി കൃഷിയും തുടങ്ങാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി നല്ല വിത്തനത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ISRനെ കുറിച്ച് അറിയുന്നത്. ISRൽ പോയി ഡോക്ടർ പി രാജു എന്ന സയൻറ്റിസ്റ്റിനെ കാണുകയും അദ്ദേഹം പ്രതിഭ, വരദ എന്നീ വിത്തനങ്ങൾ എന്നെ പരിചയപ്പെടുത്തി. അത് വീട്ടിന് തൊട്ടടുത്തുള്ള ഒരു 50 സെൻറ്റ് സ്ഥലത്ത് ഞാൻ പ്ലാന്റ് ചെയ്തു. 100 കിലോ മഞ്ഞൾ വിത്തിൽ നിന്നും 2000 കിലോ മഞ്ഞൾ വിത്ത് ലഭിച്ചു. പക്ഷേ ആ വർഷം ഞാനത് മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചില്ല. ഞാനത് 5 ഏക്കർ വേറെ സ്ഥലമെടുത്തുകൊണ്ട് കൃഷി ചെയ്തു. ആ 5 ഏക്കർ കൃഷി ചെയ്തപ്പോൾ 2 ടൺ കൃഷി ചെയ്തപ്പോൾ 20 ടൺ മഞ്ഞൾ ലഭിച്ചു. 2009 വലിയ തോതിൽ മഞ്ഞൾ കൃഷി നടത്താനായി നബീൽ കർണാടകയിലേക്ക് ചേക്കേറി. കുറഞ്ഞ മുതൽ മുടക്ക്, ഫലഭൂയിഷ്ടമായ ഭൂമിയുടെ ലഭ്യത, വറ്റാത്ത ജലസ്രോതസ്സുകൾ, കുറഞ്ഞ കൂലി എന്നീ ഘടകങ്ങളാണ് അദ്ദേഹത്തെ ഗുണ്ടൽപേട്ടിലേക്ക് ആകർഷിച്ചത്. ഒന്നുമറിയാത്ത ഒരു തുടക്കക്കാരനിൽ നിന്നും വിജയശ്രീലാളിതനായ ഒരു കർഷകനിലേക്കുള്ള അബ്ദുൽ നബീലിന്റെ മാറ്റം ഗവേഷണ കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യാവിജയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കേരള രീതിയിൽ വാരങ്ങളെടുത്തുള്ള കൃഷിരീതിയാണ് നബീൽ ഗുണ്ടൽപേട്ടിലും അവലംബിക്കുന്നത്. ഈ വർഷം ഗുണ്ടൽപേട്ടിൽ നിന്നു മാത്രം ഏതാണ്ട് 56 ടൺ മഞ്ഞളാണ് നബീലിന് ലഭിച്ചത്. ഗവേഷണ കേന്ദ്രം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പങ്കാളിത്ത വിത്തുൽപാദന പദ്ധതിയിൽ അംഗമായ ഒരു പുരോഗമന കർഷകനാണ് ഇന്ന് നബീൽ. ഇക്കൊല്ലവും കിലോഗ്രാമിന് 45 രൂപ നിരക്കിൽ തന്റെ മുഴുവൻ ഉൽപ്പന്നത്തിനും മുൻകൂർ ബുക്കിംഗ് നേടാൻ നബീലിന് കഴിഞ്ഞു. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യകൾ, പ്രത്യേകിച്ച് ഗുണമേന്മയുള്ള ഇനങ്ങൾ ഇന്ന് രാജ്യമൊട്ടാകെയുള്ള കർഷകർക്ക് യഥാർത്ഥത്തിൽ ഒരു വരം തന്നെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്.